ഹായ് ഹലോ, അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചോറാണ് ഈ ലെമൺ റൈസ് അല്ലെങ്കിൽ ചിത്രാന്നം എന്ന് പറയും. അപ്പോൾ ഇത് നമ്മളെ വീട്ടിൽ റേഷൻ അരിയൊക്കെ കാണുമല്ലോ, അപ്പോൾ അതിലും ഇത് ചെയ്തെടുക്കാൻ പറ്റുമേ. അപ്പോൾ അതിനകത്ത് ഇട്ടേക്കുന്ന സാധനങ്ങളും ഒക്കെ നമ്മളെ വീട്ടിലുള്ളതാണ്, നമ്മൾ പ്രത്യേകിച്ച് ഇതിനായിട്ട് വാങ്ങുമൊന്നും വേണ്ടേ. ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിലെന്തൊക്കെ ഇടുന്നതെന്നും കാണിച്ചു തരാം. അപ്പോൾ കയറുവായോ. നമുക്ക് ഈ ചോറ് തയ്യാറാകുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടി കുറച്ച് പൊന്നി റൈസ് എടുത്തിട്ടുണ്ട്, ഒരു 1.5 ഗ്ലാസ് ഉണ്ടാവും. പിന്നെ കുറച്ച് പൊട്ടുകടലയും കുറച്ച് ഉഴുന്ന് പരിപ്പും കുറച്ച് പച്ചക്കപ്പലണ്ടിയും 2 നാരങ്ങയും അതിൻ്റെ നീരെടുക്കാനാണ്. പിന്നെ 3-4 പച്ചമുളകും 2-3 വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പിലയും ഇച്ചിരി കായപ്പൊടിയാണ് വേണ്ടിയത്. അപ്പോൾ ഇതെല്ലാം നമ്മളെ വീട്ടിൽ ഉണ്ടാവുന്നതാണ്, നമ്മൾ ഇതിനു വേണ്ടി വാങ്ങിക്കുമെന്ന് വേണ്ട. ഇതെന്നും നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ചിത്രാന്നം ഉണ്ടാക്കുന്നത്. ഇത് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാനും നമുക്ക് വെറുതെ ഇരുന്ന് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ആ നാരങ്ങ നീരൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. ആ പിഴിഞ്ഞെടുത്ത നാരങ്ങ നീരിലേക്ക് ഒരു 3/4 സ്പൂൺ കായപ്പൊടി ഇട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കണേ. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച അരി ഉണ്ടല്ലോ, അത് കഴുകി നന്നായി കഴുകിയതിന് ശേഷം ഒന്ന് ഊറ്റി മാറ്റി വയ്ക്കണം. എന്നിട്ട് നമുക്ക് ഈ അരി വേവിക്കാൻ വേണ്ടി നമുക്ക് ഇത്ര വെള്ളം മതിയാവും. സ്റ്റൗവിൽ വെച്ച് കൊടുക്കുക, അത് നന്നായിട്ട് തിളച്ചെടുക്കണം. വെന്തതിന് ശേഷം ഇത് ഊറ്റിയെടുക്കേണ്ടതാണ്, അതുകൊണ്ട് ഇത്ര വെള്ളം മതിയാവും. ഈ അരി വേവിക്കാൻ വെച്ച വെള്ളത്തിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കണം കേട്ടോ. അടച്ചതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കണം. തിളച്ചത് കണ്ടോ, ഇങ്ങനെ തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി വെച്ച അരി ഉണ്ടല്ലോ, അതെടുത്ത് ഇതിലേക്ക് ഇങ്ങ് തട്ടി കൊടുക്കണം. എന്നിട്ട് അടച്ചു വെച്ച് വീണ്ടും നന്നായിട്ട് വേവിക്കുക. പിന്നെ ഈ എണ്ണ വെളിച്ചെണ്ണ ആവരുതേ, സൺഫ്ലവർ ഓയിലായിരിക്കണം കേട്ടോ. പിന്നെ അരി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് കൂട്ടത്തിൽ വെന്താന്നും കൂടെ ഒന്ന് നോക്കണം കേട്ടോ. ഒരുപാടങ്ങ് വെന്ത് പോകരുത്, വെന്ത് പോയാൽ കുഴഞ്ഞു പോകും കേട്ടോ. അപ്പോൾ വെന്തതിന് ശേഷം ഊറ്റിയെടുത്തിട്ട് ഒരു പരന്ന പാത്രത്തിൽ ഈ ചോറങ്ങ് തട്ടി കൊടുക്കണം. തണുക്കണം കേട്ടോ, നന്നായിട്ട് തണുത്തതിന് ശേഷമേ നമുക്കിത് ചെയ്യാൻ പറ്റൂ. തണുത്ത ചോറ് ഇതേപോലെ ഇരിക്കും കണ്ടോ, ഇങ്ങനെ തുറുതുറായിരിക്കണം കേട്ടോ. നമ്മൾ പിടിക്കുമ്പോൾ കയ്യിലങ്ങ് ഒട്ടിപ്പോകരുത്. പിന്നെ ഇതിലേക്കൊരു കാഷ്നട്ടും കൂടെ ഇടാൻ വേണം കേട്ടോ, അത് നേരത്തെ മറന്നുപോയി കാണിക്കാൻ. ഇനി സ്റ്റൗ കത്തിച്ച് നമുക്കൊരു ചീനച്ചിട്ട് വയ്ക്കാമേ. അപ്പോൾ ഇതിലേക്ക് 3 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ വേണ്ട, വെളിച്ചെണ്ണയ്ക്ക് വേറൊരു മണമാണ്, അതുകൊണ്ട് ഈ സൺഫ്ലവർ ഓയിൽ മതി കേട്ടോ. 3 സ്പൂൺ ആയിരിക്കണം. അതിലേക്ക് നമുക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കണം. കപ്പലണ്ടി തൊലിയൊന്നും കളയണ്ട, അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്ന് പരിപ്പും കൂടെ ചെറുതായിട്ട് മൂത്തതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കണേ. കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ, അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കണം. അണ്ടിപ്പരിപ്പ് ഇട്ടൊന്ന് ചൂടായതിന് ശേഷം പച്ചമുളക് നീളത്തിലാണ് അരിയേണ്ടത്, അപ്പോൾ അതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് ഒന്ന് പച്ചമണം മാറിയതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളകിയതിന് ശേഷം നമ്മൾ ഈ വറ്റൽമുളകുണ്ടോ, 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ പൊട്ടുകടല ഇട്ട് ഒന്ന് വഴറ്റി എടുക്കുക. നന്നായിട്ട് വഴറ്റി എല്ലാം വഴറ്റി ഒന്ന് എടുക്കണം. ഇനി ഇതിലേക്ക് 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ഇളക്കണം. എന്നിട്ട് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. നേരത്തെ നമ്മൾ ചോറിൽ ഉപ്പിട്ടിട്ടുള്ളതുകൊണ്ട് ഇച്ചിരി ഉപ്പിട്ടാൽ മതിയേ. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തണുപ്പിക്കാൻ വെച്ച് ചോറുണ്ടല്ലോ, അതിലേക്ക് ഒന്ന് തട്ടി കൊടുക്കുക. എന്നിട്ട് ഈ ചട്ടിയിലും കൂടെ ചോറിട്ട് ഇളക്കി അതും കൂടെ ഒന്ന് തട്ടിട്ട് കൊടുക്കണേ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ നാരങ്ങ നീരും കായവും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് ഇളക്കി നോക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് കഴിച്ച് നോക്കണേ. അപ്പം കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാനും എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ചോറാണ്. ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റാ.